നമസ്കാരം. ചതുരംഗം ഭാഗം 5 സ്വാഗതം. സഖാവ് എ വിജയരാഘവൻ ഇന്നലെ നടത്തിയ സുപ്രധാനമായൊരു പ്രഖ്യാപനം വിശകലനം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്ത: കേരളത്തിലെ മന്ത്രിമാരും നേതാക്കന്മാരും കാർ ഉപേക്ഷിക്കാനും കാൽനടയായി യാത്ര ചെയ്യാനും തീരുമാനിക്കുന്നു. ഇന്നലെയാണ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. മഹത്തായ ഈ ഉപദേശം നടപ്പാക്കാനാണ് സാധ്യത. പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് അതിൽ സംശയിക്കേണ്ട കാര്യമില്ല. ഇത് നടന്നാൽ മന്ത്രിമാരുടെ വാഹനത്തിനും ഇന്ധനത്തിനും ചെലവാക്കുന്ന കോടിക്കണക്കിന് രൂപ ജനങ്ങൾക്ക് ലാഭമായി തീരും. മറ്റൊരു പ്രധാന കാര്യം, മന്ത്രിമാർ നടന്നു പോകുമ്പോൾ അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് വാഹനത്തിൽ പോകാൻ പറ്റുമോ എന്നതാണ്. അവരും വാഹനം ഉപേക്ഷിക്കും. അങ്ങനെ ഭരണച്ചെലവ് കുറയ്ക്കണമെന്നാകും അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇക്കാലത്ത് ഈ നിർദ്ദേശം പരക്കെ സ്വാഗതം ചെയ്യപ്പെടും. ഇത് നടപ്പിലാക്കുക വഴി പ്രതിപക്ഷത്തെയും പ്രതിസന്ധിയിലാക്കുക എന്ന ഉദ്ദേശവുമുണ്ടെന്ന് സംശയിക്കണം. ഭരിക്കുന്നവർ ലളിത ജീവിതം നയിക്കുമ്പോൾ പ്രതിപക്ഷത്ത് ഇരിക്കുന്നവർ കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ലല്ലോ. കാറുകളിൽ യാത്ര ചെയ്യുന്നത് അവരുടെ പ്രതിച്ഛായയെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് അവർക്കും കാൽനട യാത്ര സ്വീകരിക്കേണ്ടി വരും. പഴയ കാലത്ത് നമ്മളൊക്കെ നടന്നിട്ടല്ലേ യാത്ര ചെയ്തത്. കാശിക്ക് വരെ നടന്നു പോയവരുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോഴും ശബരിമലയിലേക്ക് നടന്നു വരുന്ന തീർത്ഥാടകരുണ്ട്. അപ്പോൾ നടക്കുകയെന്നത് വലിയ ആനക്കാര്യമൊന്നുമല്ല. അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നേതാക്കന്മാർ യാത്രയൊക്കെ ആഡംബര വാഹനത്തിൽ നടത്തിയിട്ട് ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടി നടക്കുകയും ചെയ്യുന്നു. ഇത് സമയനഷ്ടത്തിനും ചെലവ് കൂടാനും കാരണമാകും. നടപ്പ് ശീലമാക്കിയാൽ മിക്ക രോഗങ്ങളും മാറിക്കിട്ടും. ഉച്ചയ്ക്ക് നടന്നാൽ വിറ്റമിൻ ഡിയുടെ കുറവ് പണം മുടക്കാതെ പരിഹരിക്കാം. ആരോഗ്യം മെച്ചപ്പെട്ടാൽ ചികിത്സയുടെ ചെലവും കുറയ്ക്കാം. ജനങ്ങൾക്ക് കാൽനടയാത്ര ശീലമാക്കുന്നതോടെ വാഹനത്തിനും ഇന്ധനത്തിനും പണം മുടക്കണ്ട. നിയമലംഘനത്തിന് പിഴ അടയ്ക്കുന്നതും ഒഴിവാകും. അന്തരീക്ഷ മലിനീകരണം കുറയും. 4 വരിപ്പാതയും 6 വരിപ്പാതയും ഒന്നും ആവശ്യമില്ലാതാകും. റോഡിൽ സ്ഥിരമായി പന്തലിട്ട് തോന്നുമ്പോഴൊക്കെ സമ്മേളനം നടത്താം. നടന്നു പോകുന്നവർക്ക് വിശ്രമിക്കാനും മറ്റുമുള്ള താവളമാക്കാം. നടന്നു പൊയ്ക്കൂടെ എന്ന ഒറ്റ ചോദ്യത്തിൽ അദ്ദേഹം കരുതി വെച്ചത് ഇങ്ങനെയുള്ള മഹത്തായ അനേകം കാര്യങ്ങളാകാം. അതുകൊണ്ട് കാർ ഉപേക്ഷിച്ച് കാൽനടയാത്ര ശീലമാക്കുന്ന പദ്ധതി അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന സുദിനം ഉടനുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വചനങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി.